കാര്യം പറ സഖാവേ. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന CPIMന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിന്റെ അവലോകന വിവരങ്ങൾ ഇന്ന് ജനറൽ സെക്രട്ടറി MA ബേബി വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ നിയമസഭയിലേക്ക് ഉള്ള സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റി എന്നാണ് അദ്ദേഹം ആദ്യമായി പറയുന്ന കാര്യം. പിന്നീട് പാർട്ടിക്ക് പല തലങ്ങളിൽ ജാഗ്രത കുറവ് ഉണ്ടായി. സഖാക്കളുടെ വീഴ്ചകൾ പാർട്ടിയെ ബാധിക്കും. സ്വയം വിമർശനം എല്ലാവർക്കും ആവശ്യമാണ്. അത് അതായത് ജനറൽ സെക്രട്ടറി മുതൽ താഴേക്കിടയിലുള്ള പാർട്ടി മെമ്പർമാർ വരെയുള്ളവർക്ക് സ്വയം വിമർശനം വേണം തുടങ്ങിയിട്ടുള്ള നിരവധി ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങളാണ് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പറയുന്നത്. ഇവിടെ പ്രധാനമായും ഒറ്റ വരിയിൽ പറയുന്ന കാര്യമേ ഉള്ളൂ. ഞങ്ങൾ തോറ്റത് ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ കാര്യം പഴയ സിനിമ ഡയലോഗാണ്. അത് പറഞ്ഞാൽ തീരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ആ ഒരു വരി പറയാൻ വേണ്ടിയിട്ടാണ് ഈ 2-3 മണിക്കൂർ ഈ പത്രക്കാരെ വിളിച്ചു കൂട്ടിയിരുത്തി ഇങ്ങനെ അതും ഇതുമൊക്കെ സംസാരിക്കുന്നത്. മറ്റേ സ്വയം തിരുത്തൽ, അതേപോലെ പാർട്ടിയുടെ ബൗദ്ധികമായ ഇടപെടൽ കുറഞ്ഞു, പാർട്ടിയുടെ താത്വിക അടിത്തറ ശക്തിപ്പെടുത്തണം, ഇങ്ങനെ ഇതൊക്കെ പറയാതെ ജനങ്ങൾ വോട്ട് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇത്തവണ തോറ്റു ഒറ്റ വരി പറഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. പക്ഷേ MA ബേബി അങ്ങ് അലക്കുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ വെച്ചങ്ങ് അലക്കി തീർക്കുകയാണ്. ഇതെന്തോ വലിയ സംഭവമാണ്, ജനങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് അകലുന്നു, മറ്റേതാണ് മറിച്ചതാണ്, ഞങ്ങൾ വീണ്ടും സ്വയം വിമർശനം നടത്തും. സ്ഥിരമുള്ള ക്ലീശകൾ തന്നെയാണ് അത്. പഞ്ചായത്ത് വാർഡ് തോറ്റാലും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി പറയുന്നത് ഇത് തന്നെയാണ്. ഞങ്ങൾ സ്വയം തിരുത്താൻ പോകുന്നു, തെറ്റുകളിൽ നിന്ന് പാഠം പഠിക്കും, സഖാക്കൾക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായി. ഇങ്ങനെ ബ്രാഞ്ച് കമ്മിറ്റി പറയുന്ന കാര്യം തന്നെയാണ് ഈ പറയുന്ന ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പറയുന്നത്. വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് വീഴ്ച പറ്റിയെന്നുള്ളത് MA ബേബി സംഭവിക്കുന്നു. ആരോടാണ് MA ബേബി പറയുന്നത്? വ്യക്തികൾക്ക് വീഴ്ചയുണ്ടോ? വ്യക്തികൾ ചേർന്ന പാർട്ടിക്കല്ലേ വീഴ്ചയുണ്ടാകുന്നത്. പാർട്ടിക്ക് വീഴ്ചയുണ്ടാകുന്നത് ആ പാർട്ടിയിലുള്ള പല തലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക്, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് ഓരോന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തുടങ്ങിയ വിഷയങ്ങൾ വരും. അങ്ങനെ ആലോചിച്ച് സ്വയം വിമർശനം നടത്തേണ്ടതില്ലാത്തവരായിട്ട് ആരും പാർട്ടിയിലില്ല. ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾ നമ്മുടെ കഴിവ് മുഴുവൻ എടുത്ത് പ്രവർത്തിച്ചോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന് ചോദിക്കുമ്പോൾ ബ്രാഞ്ചിലെ മെമ്പർക്കും സ്വയം വിമർശനം നടത്തേണ്ടി വരും. എനിക്ക് കുറച്ചും കൂടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു, ജയിച്ചു കഴിഞ്ഞു, ഈ മണ്ഡലമല്ലേ, നമ്മുടെ മണ്ഡലമല്ലേ ഇത്, വലിയ പ്രശ്നമില്ല. അപ്പൊ ജനറൽ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് മെമ്പർ വരെയുള്ളവരുടെ പ്രവർത്തനത്തിൽ വലുതും ചെറുതുമായ പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടാകും. എന്നാൽ എല്ലാവരുടെ ഭാഗത്തും ഒരേ തോതിലുള്ളതല്ല. പോരായ്മകൾ ഓരോരുത്തർക്കും പറ്റിയത് വ്യത്യസ്ത തോതിലായിരിക്കും. അതെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്ത് ആ തെറ്റുകൾ തിരുത്തുക എന്നുള്ളതാണ് പാർട്ടി എപ്പോഴും ചെയ്യാറ്. പാർട്ടിക്ക് വിവിധ തലങ്ങളിൽ ജാഗ്രത കുറവുണ്ടായി. ഈ നേതാവെന്ന് പറയുന്ന ഒരു പ്രയോഗം ആശയവിനിമയത്തിന് നമ്മുടെ ഭാഷയിൽ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ വിയോജിപ്പുള്ള ഒരു പ്രയോഗമാണിത്. മലയാളം അറിയാൻ പാടില്ലാത്തവരൊക്കെ വിചാരിക്കും ഇതെന്താണെന്ന്. They were asking whether leaders are responsible for the setback, and I was saying that I have my disagreement about the term leader itself, leader and cadre. To commute for the benefit of communication, you may have to use this. So far as I am concerned, General Secretary to Branch Secretary and Branch Member, every party member is equally important and valuable. A mistake committed by comrade at any level would adversely affect the party. Good things done by party member to General Secretary and PB member, that would give positive contribution. That is how a communist party should view it. Other parties have leaders, high command. Finally, this amorphous high command will decide everything. You know how the Chief Minister of Kerala was chosen this time. I don't go any further. You see, this is something which I have stated in EMS seminar in Kerala. You see, every individual is a spouse of another person, unless one should be like K. Radhakrishnan, who has not married, our former speaker. Those who have married, they will have a spouse, they will have children, they have in-laws. So anybody can be identified as a relative of somebody. Important leader, important quote unquote, because I have just now mentioned.
So the point is that such allegations are being magnified and exaggerated. Now we have a government took oath in Kerala. I am told that 10 ministers who took oath in the Kerala UDF government are either this way related or that way related with 10 prominent leaders of different political parties. You know that. But no paper discusses that as an issue. They mention that in the biodata of the minister. So and so happened to be the son of so and so. So and so happened to be the wife of so and so. There is a wife, all that. Public sphere expects a very high moral standard from CPIM and left parties. When we have high moral standard, those who have been working for the party, just because they happen to be related to one particular leader, they should not be denied something what they can legitimately get. This also is an important point. Anyway, candidate decision, fixation and all that, we have, Central Committee has seen that there were certain lack of caution when certain candidates have been decided upon. We will take proper lesson in the future. CPM-ന്റെ സംഘടനാ സംവിധാനം അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിന് നിരവധി മാനദണ്ഡങ്ങളുണ്ട്. അത് ബ്രാഞ്ച് കമ്മിറ്റി മുതലുള്ള അഭിപ്രായങ്ങൾ തേടുന്നു. പിന്നീട് ജില്ലാ കമ്മിറ്റി തീരുമാനിക്കുന്നു. ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം സംസ്ഥാന കമ്മിറ്റിക്ക് വിടുന്നു. സംസ്ഥാന കമ്മിറ്റി അത് അംഗീകരിക്കുന്നു. ആ അംഗീകരിച്ച സംസ്ഥാന കമ്മിറ്റിയുടെ സ്ഥാനാർത്ഥി പട്ടിക കേന്ദ്ര കമ്മിറ്റിക്ക് വിടുന്നു. കേന്ദ്ര കമ്മിറ്റി അത് അംഗീകരിക്കുന്നു. പിന്നീട് അത് പോൾ ബ്യൂറോയുടെ പരിഗണനയ്ക്ക് വിടുന്നു. പോൾ ബ്യൂറോ അംഗീകരിക്കുന്നു. ഏതാണ്ട് ഹൈക്കമാൻഡ് അംഗീകരിക്കുന്ന പോലെ തന്നെ. പക്ഷേ പറയുമ്പോൾ ഇതൊക്കെ വലിയ വ്യത്യാസമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷേ ഇത് എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. താഴേക്കിടയിൽ നിന്നുള്ള അഭിപ്രായം രൂപീകരിച്ച് നമുക്ക് ഇന്നടത്ത് നിർത്തിയാൽ അതിന് സാമുദായിക പരിഗണന, മതപരിഗണന, ജാതി പരിഗണന ഇതൊക്കെ വെച്ചുകൊണ്ട് ഇന്നടത്ത് നിർത്തിക്കഴിഞ്ഞാൽ ഇന്നയാൾക്ക് ഇത്ര വോട്ട് കിട്ടും എന്നൊക്കെയുള്ള കണക്കുകൂട്ടൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നടത്തുന്നതാണ്. CPM മാത്രം അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഞങ്ങൾ എന്തോ വലിയ പൊട്ടിമുളച്ച് വീണ പാർട്ടിയാണ് എന്ന നിലയിലാണ് ഇവരുടെ വർത്തമാനം കേട്ടാൽ തോന്നുക. അത്തരത്തിലാണ് ഇന്ന് ബേബി പറഞ്ഞത്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ബേബിയുടെ മുന്നിൽ വന്നതല്ലേ ഈ സ്ഥാനാർത്ഥി പട്ടിക. ഏറ്റവും ഉന്നത നേതാവ് എന്ന നിലയിൽ ബേബിയുടെ മുന്നിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയ പട്ടിക ബേബിയുടെ മുന്നിൽ വന്നതല്ലേ. അപ്പോഴെന്തുകൊണ്ടാണ് ഈ വീഴ്ച സംഭവിക്കാത്തത്? അപ്പോൾ ഗുരുതരമായ പിശകുണ്ടായി എന്ന് ഇപ്പോൾ പറയുമ്പോൾ അന്ന് എന്തുകൊണ്ടാണ് ഇത് തോന്നാതിരുന്നത്? ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഗുരുതരമായ പിശകുണ്ടെന്നാണല്ലോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അന്ന് ഈ ബേബിയുടെ മുന്നിൽ ഈ പട്ടിക വന്നപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് ഇത് നോക്കിയിട്ട് ഈ പട്ടികയിൽ പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇന്നയാളെ മാറ്റി പകരം ഇന്നയാളെ അവിടേക്ക് വെക്കാം എന്ന് പറയാതെ ഇപ്പോൾ വന്നിരുന്ന് ഈ പറയുന്ന ന്യായം പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതാണ് കാര്യം. പിണറായി വിജയന്റെ മോഡ, ജനങ്ങൾക്ക് ആ മോഡ ഇഷ്ടമായില്ല. പിണറായി വിജയന്റെ തട്ടിക്കയറ്റം, പിണറായി വിജയൻ മൈക്ക് സെറ്റുകാരോട് കുത്തി ഓടിക്കുന്നു, നീ വീട്ടിൽ പോയി ചോദിക്കാൻ പറയുന്നു. എന്നിട്ട് എൻ്റെ മുഖം, എൻ്റെ ഫുൾ ഫിഗർ, ഇവിടെ പാറശാല മുതൽ കാസർഗോഡ് വരെ ഈ പറയുന്ന ഒരാളുടെ മുഖം, ഒരു ഏകാധിപതി ഇങ്ങനെ നടക്കുന്നു. 10-40 കാറിൻ്റെ അകമ്പടിയോടുകൂടി ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു. എന്ത് ചോദിച്ചാലും തട്ടിക്കേറുന്നു, ജനങ്ങളെ അകറ്റി നിർത്തുന്നു. ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പ്രവേശനമില്ല, ക്ലിഫ് ഹൗസിലേക്ക് പ്രവേശനമില്ല, എല്ലാത്തിനെയും ബന്ദിയാക്കിക്കൊണ്ട് മുണ്ടെടുത്ത കിം ജോങ് ഉൻ എന്നുള്ള രീതിയിലാണ് ഇവിടെ കിടന്ന് 10 വർഷം ഈ പിണറായി വിജയൻ അഴിഞ്ഞാടിയത്. അതുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ പറയുന്നതിന് പകരം ഈ 2-3 മണിക്കൂർ പത്രക്കാരെ വിളിച്ചു നിർത്തി അവരുടെ സമയവും കളഞ്ഞ് എന്തിനാണ് ഇങ്ങനെ? ജനങ്ങൾ വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് നമ്മൾ തോറ്റു, അത്രേ ഉള്ളൂ കാര്യം. അല്ലാതെ ഇംഗ്ലീഷിൽ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.